മമ്മൂട്ടി ഇരട്ട വേഷങ്ങളെത്തിയ സിനിമകൾ. പരമ്പര. 1990-ൽ സിബി മലയിൽ സംവിധാനം ചെയ്ത പരമ്പരയായിരുന്നു മമ്മൂട്ടി ഇരട്ട വേഷത്തിലെത്തിയ ആദ്യ ചിത്രം. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നുകൂടിയായിരുന്ന ഇതിൽ മകൻ ജോണിയായും ജോണിയുടെ പിതാവ് ലോറൻസായുമാണ് മമ്മൂട്ടി അഭിനയിച്ചത്. സുരേഷ് ഗോപി, സുമലത എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. ദാദാ സാഹിബ്. മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത് 2000-ൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദാദാ സാഹിബ്. ദേശസ്നേഹം വിഷയമാക്കിയ ചിത്രത്തിൽ സ്വാതന്ത്ര്യസമര സേനാനിയായ ദാദാ സാഹിബായും മകൻ അബൂബക്കറായാണ് മമ്മൂട്ടി വേഷമിട്ടത്. ചിത്രം ആ വർഷത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് കൂടിയായിരുന്നു. തീവ്രവാദത്തിനെതിരെ ശക്തമായി സംസാരിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. ദാദാ സാഹിബായുള്ള മമ്മൂട്ടിയുടെ വേഷപ്പകർച്ച വളരെ മികച്ചതായിരുന്നു. ബൽറാം വേഴ്സസ് താരാദാസ്. മമ്മൂട്ടി, കത്രീന കൈഫ്, ശ്രീനിവാസൻ, സിദ്ദിഖ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി IV ശശി സംവിധാനം ചെയ്ത് 2006-ൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബൽറാം വേഴ്സസ് താരാദാസ്. ബൽറാം എന്ന പോലീസ് ഓഫീസറായും താരാദാസ് എന്ന കള്ളക്കടത്തുകാരനായും മമ്മൂട്ടി തകർത്തവരിച്ച സിനിമയായിരുന്നു ഇത്. മായാ ബസാർ. തോമസ് കെ സെബാസ്റ്റ്യന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി 2008-ൽ എത്തിയ ചിത്രമായിരുന്നു മായാ ബസാർ. ചിത്രത്തിൽ രമേശൻ, ലക്ഷ്മി നാരായണൻ എന്നീ കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. ഷീല, കലാഭവൻ മണി, സുരാജ് വെഞ്ഞാറമൂട്, സലിംകുമാർ എന്നിവരായിരുന്നു സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. അണ്ണൻ തമ്പി. മമ്മൂട്ടി ആദ്യമായി ഇരട്ട സഹോദരങ്ങളുടെ വേഷം അവതരിപ്പിച്ച സിനിമയായിരുന്നു അൻവർ റഷീദ് സംവിധാനം ചെയ്ത അണ്ണൻ തമ്പി. 2008-ലെ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നുകൂടിയാണ് ഈ ചിത്രം. സംസാരശേഷിയില്ലാത്ത അച്ചുവായും അടിയും ഇടിയുമായി നടക്കുന്ന അപ്പുമായും മമ്മൂട്ടി പ്രേക്ഷകഹൃദയങ്ങൾ കീഴടക്കി. ലക്ഷ്മി റായ്, ഗോപിക, ജനാർദ്ദനൻ, സുരാജ്, ഹരിശ്രീ അശോകൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. തിയേറ്ററുകളിൽ വൻ സ്വീകാര്യതയായിരുന്നു മമ്മൂട്ടിയുടെ അണ്ണൻ തമ്പി കഥാപാത്രങ്ങൾക്ക് ലഭിച്ചത്. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ 2009-ൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രത്തിൽ അഹമ്മദ് ഹാജി, ഹരിദാസ്, ഖാലിദ് അഹമ്മദ് എന്നിങ്ങനെ 3 വേഷങ്ങളിലാണ് മമ്മൂട്ടി എത്തിയത്. ഈ സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിച്ചു. ശ്വേതാ മേനോൻ, മൈഥിലി എന്നിവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ പട്ടണത്തിൽ ഭൂതം. ജോണി ആന്റണി സംവിധാനം ചെയ്ത് 2009-ൽ പുറത്തിറങ്ങിയ കോമഡി ഫാന്റസി ചിത്രമാണ് ഈ പട്ടണത്തിൽ ഭൂതം. നായകനായ ജിമ്മിയായും ഭൂതമായുമാണ് മമ്മൂട്ടി എത്തിയത്. കാവ്യ മാധവൻ, ഇന്നസെന്റ്, ജനാർദ്ദനൻ, രാജംബി ദേവ തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ എത്തിയിരുന്നു. ദ്രോണ. മമ്മൂട്ടിയെ നായകനാക്കി ഷാജി കല സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദ്രോണ 2010. ചിത്രത്തിൽ കുഞ്ഞുണ്ണി, പട്ടാഴി മാധവൻ നമ്പൂതിരി എന്നീ സഹോദരങ്ങളായാണ് മമ്മൂട്ടി എത്തിയത്. തിലകൻ, മനോജ് കെ ജയൻ, നവ്യ, കനിക എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. കോബ്ര. മമ്മൂട്ടി, ലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലാൽ തന്നെ സംവിധാനം ചെയ്ത് 2012-ൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കോബ്ര. ഇതിൽ രാജ, ഇരട്ട സഹോദരൻ ശിവദാസ് നായിഡു എന്നീ കഥാപാത്രങ്ങളായാണ് മമ്മൂട്ടി എത്തിയത്. ലാലു അലക്സ്, കനിക, പത്മപ്രിയ, സലിം കുമാർ എന്നിവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബാല്യകാലസഖി. ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിനെ ആസ്പദമാക്കി പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത് 2014-ൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബാല്യകാലസഖി. കേന്ദ്ര കഥാപാത്രങ്ങളായ മജീദ്, മജീദിൻ്റെ പിതാവ് എന്നിവരെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഇഷ തൽവാറായിരുന്നു ചിത്രത്തിലെ നായിക.